സെക്കൻഡ് ഇയറിൽ, അതായത് തേർഡ് സെമിലെ പോർഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. എക്സാമ്പിൾസ് പലതും കണ്ടിട്ട് വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, ആക്സലറേഷൻ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഓക്കെ, അതുപോലെ തന്നെ വോളിയം v ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? വോളിയം v ഈക്വൽ ടു എന്താ? അത് ആരുടേത്? പൈ ആർ സ്ക്വയർ എച്ച്. ഹലോ ഹലോ ഹലോ, ആരെന്ന് എന്റെ കൂടെ പോരണേ പിള്ളേരെ? ലക്ഷ്മി വിയും ഞാനും ലക്ഷ്മി വിയും ഞാനും പുറന്തയും പറയൂ. v ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് കേട്ടിട്ടില്ലേ? സിലിണ്ടറിന്റെ ആണോ സാറേ? സിലിണ്ടറിന്റെ വോളിയം. സ്ഫിയറിന്റെ വോളിയം എന്താ? സ്ഫിയറിന്റെ വോളിയം 4/3 പൈ മക്കളെ 4/3 പൈ ആർ ക്യൂബ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വെലോസിറ്റി സാധാരണ ut പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇക്വേഷനിലൊക്കെ ആരുണ്ട്? ടി ഉണ്ട്, ഓർക്കുന്നില്ലേ? വെലോസിറ്റി ഫംഗ്ഷൻ ഓഫ് ആരുടെയാണ്? ടൈം ആണ്. ഒരു കല്ലെടുത്തെറിയുമ്പോൾ കല്ലെടുത്തെറിയുമ്പോൾ നമുക്കറിയാം അത് പോകുന്നത് ടൈം അനുസരിച്ചിട്ടാണ്. അതിന്റെ എനർജി കഴിയുമ്പോൾ, ഒരു ടൈം കഴിയുമ്പോൾ അത് നിലത്ത് വന്ന് വീഴും. ഓക്കെ, അപ്പൊ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. വേറൊരു ഫംഗ്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ പിള്ളേരെ, വേറെ ഫെമിലിയർ ആയതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഹലോ ലക്ഷ്മി, ഒന്നും പഠിച്ചിട്ടില്ലേ ഇതിനു മുമ്പ് ഫംഗ്ഷനെ പറ്റി? പെട്ടെന്ന് ചോദിക്കുമ്പോ എങ്ങനെ പറയാം? കുറെ പഠിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ചകഞ്ഞെടുക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എനിവേ, ഇതവിടെ നിൽക്കട്ടെ. ഈ സാധനം v ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി സർക്കിൾസ് ഈക്വൽ ടു, പറയുമോളെ? ഏരിയ ഈക്വൽ ടു സർക്കിളിന്റെ പൈ ആർ സ്ക്വയർ. ഇതൊക്കെ പറയാൻ സാറ് ശ്രമിക്കുന്നത് a is depending on ആരാണ്? റേഡിയസ്. ഐ എം റൈറ്റ്? a is proportional to ആരോടാ? ആറിന്റെ സ്ക്വയറോടല്ലേ? അപ്പൊ a നെ നമുക്ക് ആരുടെ ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കാം? ആറിന്റെ ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കാം. v നെയും ആരുടെ ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കാം? ആറിന്റെ ഫംഗ്ഷൻ ആയിട്ട് വിചാരിക്കാം. പിള്ളേരെ എന്ത് സ്ലോ ആവുണ്ട്? ഞാനാണോ സ്ലോ, നിങ്ങളാണോ സ്ലോ? എന്താ കുഴപ്പം പിള്ളേരെ? ഹലോ സാറാണോ കുഴപ്പം? അല്ല, നമ്മൾ കുറച്ച് ഡിലേ ഉണ്ട്. ഇവിടെ വരുമ്പോ ഒരു വ്യത്യാസമുണ്ട് മക്കളെ, ഇവിടെ വരുമ്പോ ഒരു വ്യത്യാസമുണ്ട്. ലക്ഷ്മി, ഇവിടെ വരുമ്പോ എന്താ വ്യത്യാസം? v ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. രണ്ടംഗങ്ങളില്ലേ അവിടെ? ആരൊക്കെയാ? ആറും എച്ചും. അതിന് രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യില്ലേ ഒരേ സമയം? അപ്പൊ അതിന് നമുക്ക് അതിന് വേണമെങ്കിൽ ഫംഗ്ഷൻ ഓഫ് മോർ ദാൻ വൺ വേരിയബിൾ എന്ന് വിളിക്കാം. ഫംഗ്ഷൻ വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ വൺ വേരിയബിൾ. അതിന് നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്ന് പറയും. എന്താ വിളിക്കാം? ഫംഗ്ഷൻസ് ഓഫ് സെവറൽ വേരിയബിൾസ് എന്ന് പറയും. അപ്പൊ അത് നമുക്ക് തൽക്കാലം നിർത്താം. നമുക്ക് എന്ത് മാത്രം എടുക്കുക? ഒരേ ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആറിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ബിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഇവിടെ ആറിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും, എനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പൊ y = fx എക്സ് ആരാ? പറയും മക്കളെ. ഇൻഡിപെൻഡന്റ് വേരിയബിളും y ആരാ? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി നമുക്കറിയാം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് എന്താണ്? x² + y² = r². ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് y = fx എന്ന് എഴുതാൻ പറ്റിയിട്ടില്ല. എന്ന് എഴുതാൻ പറ്റിയിട്ടില്ല മക്കളെ? y = fx എന്ന് എഴുതാൻ പറ്റിയിട്ടില്ല. ഫോമിലേക്ക് അല്ല തന്നേക്കണം. ഇങ്ങനെ തരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതിന് വേറെ ഉദാഹരണം ഏതാണ്? നിങ്ങൾ എലിപ്സ് പഠിച്ചിട്ടുണ്ട്. x² + a² + y² = b². ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. മോൾക്ക് ഇനി ഏതെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞു ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഇതേപോലെ. എലിപ്സ് കഴിഞ്ഞ അതിന്റെ കൂടെ രണ്ട് ചങ്ങാതിമാരും കൂടി ഉണ്ട്. ആരൊക്കെയാ?
പരാബോള ടു വൈ y square equal to വൈ y സ്ക്വയർ square പ്ലസ് equal to 4ax 4x. പിന്നെ ഹൈപ്പർബോള ഇല്ലേ x ഹൈ square by a square മൈനസ് ഇട്ടാ പോലെ ആ പറയുമ്പോൾ x square by a square minus y square by b square equal to 1 1. ഇവരൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവരൊക്കെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. എന്ത് ഫംഗ്ഷൻസ് ആണ്? ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമുക്കിവിടെ y ഈക്വൽ ടു എന്നുള്ള ഫോമിലൊന്നും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മള് നോക്കിയ മക്കളെ ഇതിനൊക്കെ ഒരു പടം ഉണ്ടാവില്ലേ? ഇതിനൊക്കെ എന്തുണ്ടാവും? ഇപ്പൊ സർക്കിൾ ആണെങ്കിൽ 6 റേഡിയസ് ആണെങ്കിൽ ഇതിനെ നമ്മള് സാധാരണ മക്കളെ പറയാം x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു 1 പാരാമീറ്റർ ഫാമിലി എന്നാ പറയാ. എക്സും വൈയും വേരിയബിൾ ആണ്, വേർ ആർ ഈസ് ദ പാരാമീറ്റർ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ആർ ഈസ് കോൾഡ് ദ പാരാമീറ്റർ. നമുക്കറിയാം ആറിന് ഞാൻ 1 കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 1 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ കിട്ടും അല്ലെ കുട്ടികളെ? ആറിന് 2 കൊടുത്താലോ 2 റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ, വേറെ സർക്കിൾ കിട്ടും. 3 കൊടുത്താലോ 3 റേഡിയസ്. ഓക്കെ, 1/2 കൊടുത്താൽ ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടും. 1/4 കൊടുത്താൽ ഇങ്ങനെ വരില്ലേ പിള്ളേരെ? ഇത് എന്ത് സർക്കിൾസ് ആണ്? ഒരു സെന്റർ എല്ലാത്തിനും കോമൺ അല്ലേ? 0 0 അല്ലേ? അതിനെ നമ്മൾ എന്ത് സർക്കിൾസ് എന്ന് വിളിക്കുക? കോൺസെൻട്രിക് സർക്കിൾസ്. കോൺസെൻട്രിക് സർക്കിൾസ്. അതിന്റെ പ്രത്യേകത എന്താ? കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ സെന്റർ സെയിം ആയിരിക്കും. സെന്റർ സെയിം ആയിരിക്കുന്നത്. ഇവിടെ ഒറിജിൻ ആകും മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് സെറ്റ് ഓഫ് സർക്കിൾസ് എടുത്താലും അതിന് ഒരേ എന്ത് വരിക? സെന്റർ വരികയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? കോൺസെൻട്രിക് സർക്കിൾസ്. കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് വിളിക്കുക. പിന്നെ ഇത് എലിപ്സ് നമുക്കറിയാം, എലിപ്സ് അറിയാം, ഇങ്ങനെ വരയ്ക്കുന്നതാണ് എലിപ്സ്. എയും ബിയും മാറുന്നതനുസരിച്ച് ആര് മാറിക്കൊണ്ടിരിക്കും പിള്ളേരെ? അല്ലേ? ഹലോ, എയും ബിയും മാറുന്നതനുസരിച്ച് എലിപ്സ് മാറി. പക്ഷെ ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്. ആരൊക്കെ? എയും ബിയും. അപ്പൊ ഇവിടെ എക്സും വൈയും വേരിയബിൾസും എയും ബിയും എന്താണ്? പാരാമീറ്റർ എന്നാ വിളിക്കുക. ഇവിടെ എത്ര പാരാമീറ്റർ ഉണ്ട്? y സ്ക്വയർ ഈക്വൽ ടു 4ax ല് ഒരെണ്ണേ. ഇവിടെ 2 ഉണ്ട്, a സ്ക്വയറും എയും ബിയും വരുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ അവിടെ എയും ബിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ സിംഗിൾ പാരാമീറ്റർ എന്ന് പറയാം. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. അത് അതിലേക്ക് പോകാൻ വരട്ടെ. തൽക്കാലം ഈ കാണുന്ന ഒരു ഇക്വേഷനിൽ എക്സും വൈയും ഒഴിച്ച് കാണുന്ന നമുക്ക് പരിചയമില്ലാത്ത നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാരാമീറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിൽ ആർ ഈസ് എ പാരാമീറ്റർ. ആർ മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? കോൺസെൻട്രിക് സർക്കിൾസ് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു 1 പാരാമീറ്റർ ഫാമിലി എന്ന് വിളിക്കും. എന്ന് വിളിക്കുക? 1 പാരാമീറ്റർ ഫാമിലി. അല്ലെങ്കിൽ this is a family of circles എന്ന് വിളിക്കുക? ഫാമിലി ഓഫ് സർക്കിൾസ്. ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് പെട്ടെന്ന് സാറ് പറഞ്ഞു വന്നപ്പോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് വരുന്ന സംഗതികളിലേക്ക് കൊടുക്കാം. നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് സാധാരണ പറയുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതിന്റെ റേഡിയസ് എന്താവുന്നേ ഉള്ളൂ? നേരത്തെ ആർ സ്ക്വയർ ആവുമ്പോ 6, എ സ്ക്വയർ ആവുമ്പോ എന്താ മക്കളെ റേഡിയസ് എത്രയാ? എ ആണ് റേഡിയസ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പറയുമ്പോ ദാറ്റ് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ 0 0 ആൻഡ് റേഡിയസ് എ. മക്കളെ ക്ലിയർ ആവുന്നുണ്ട്? ഇനി ഇതിൽ ഞാൻ ബോർഡ് ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമാണോ മക്കളെ? എങ്ങനെ എന്താ കുഴപ്പം പറ്റുന്നേ? എന്താ ഇപ്പൊ ഓക്കെ? അപ്പൊ വൃന്ദയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ പറയാത്ത ഗ്യാപ്പ് ഫില്ല് ചെയ്യട്ടെ മോള്. കേട്ടാ? Suppose x equal to a cos theta, y equal to a sin theta ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് കരുതാം. എക്സിന് പകരം എന്ത് കൊടുക്കുക മോനെ? മോളെ x equal to a cos theta, y equal to എന്താ? a sin theta. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ നോക്കാനാണ് ഞാൻ പോകുന്നത്. ഓക്കെ, വാട്ട് അബൌട്ട് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ equal to a square cos square theta plus a square sin square theta. That is equal to a square into cos square theta plus sin square theta. That is equal to എത്ര കിട്ടുന്നത്?
കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണെന്നറിയാം? 1 ആണെന്നറിയാം. 1 ആണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് എന്തായിട്ട് മാറും? എ സ്ക്വയർ. A അതല്ലേ square ആയിട്ട് ഇയാള്? അതല്ലേ ഇയാള്? അതെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോ എനിക്ക് എക്സിന് പകരം ഇതിൽ എന്ത് കൊടുക്കാം? A കോസ് തീറ്റ എന്ന് കൊടുക്കാം. വൈക്ക് പകരം എന്ത് കൊടുക്കാം? A സൈൻ തീറ്റ എന്ന് കൊടുക്കാം. എ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മള് എക്സും വൈയും ഒരു പുതിയ ആളെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ആരെയാണ് ബന്ധപ്പെടുത്തുന്നത്? തീറ്റ. തീറ്റ. ക്ലിയർ ആയോ? ആ സർ, ക്ലിയർ ആയി. അപ്പോ എക്സിനെയും വൈനെയും കൂടി ഒരു എൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തുന്നു. നമുക്കറിയാം എ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. അത് സർക്കിളിൽ തന്നിണ്ടാവും. 2, ആ സർ. 3 ഇതൊക്കെ തന്നിണ്ടാവും. ആ മനസ്സിലായോ? അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആരാ? കോസ് പരിചയമുള്ളതാ, സൈൻ പരിചയമുള്ളതാണ്. ആരെ പരിചയമില്ലാത്ത ഒരാളുണ്ടല്ലോ ഇവിടെ? തീറ്റയില്ലേ? തീറ്റ. തീറ്റ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആര് ഡിസപ്പിയർ ആയിട്ട് പോവുകയാണ്? എക്സും വൈയും ഡിസപ്പിയർ ആയിട്ട് ആര് വരുന്നു? പുതിയ തീറ്റ അവതാരം വരുന്നു. തീറ്റ വരുന്നു. അപ്പൊ നമ്മൾ അത് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ സാധനം? സർക്കിൾ അല്ലേ ഇത്? ആ സർ. വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഇത് 0 0 ആണ് അതിന്റെ സെന്റർ. ഈ പോയിന്റ് ഏതാ നമ്മളെ? ഈ പോയിന്റ് ഏതാ? A0. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവൻ ഇങ്ങനെ പോയി 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 ഇങ്ങനെയല്ലേ തിരിഞ്ഞു വരണേ? ആ സർ. സർക്കിൾ ആവണത്. ഓക്കെ. അപ്പൊ അതിന് നമ്മള് ഒരു റൊട്ടേഷൻ ഒന്ന് കൊടുക്കുക. നമുക്ക് ഒരു ആംഗിൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഇയാള് റൊട്ടേറ്റ് ചെയ്ത് ഈ പോയിന്റിൽ എത്തില്ലേ മോളെ? ആ സർ, എത്തും. ആ പോയിന്റിൽ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഇങ്ങനെ വരച്ചു. ഓക്കെ. ഈ ഡിസ്റ്റൻസ് എ തന്നെയായിരിക്കും. ഈ ഡിസ്റ്റൻസ് എ തന്നെയായിരിക്കും. ആയിരിക്കും. A ആയിരിക്കും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കോസ് തീറ്റ കാണും മോളെ. കോസ് തീറ്റ കണ്ടാൽ നമുക്കറിയാം എന്താണ് കോസ് തീറ്റ എന്തായിരിക്കും? adjacent side divided by hypotenuse. ക്ലിയർ അല്ലേ? ഇത് പി ആണ്, ഇത് പി ഡാഷ് ആണെന്ന് വിചാരിക്കുക, ഇത് ഓ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? കോസ് തീറ്റ ഈക്വൽ ടു പറഞ്ഞോ, അക്ഷരം നോക്കിയിട്ട് പറയും. OP dash OP dash OP dash by divided by OP. OP അത് എ ആണ്. OP. ഓക്കെ. സൈൻ തീറ്റ എന്ത് വരും? OP dash divided by OP dash അല്ലല്ലോ വരിക. പറയൂ മക്കളെ. P dash divided by OP. P dash divided by OP അല്ലേ? OP. ക്ലിയർ ആണോ? sir. ബട്ട് വാട്ട് ഈസ് OP dash? OP dash എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അല്ലേ? ഈ ഡിസ്റ്റൻസ് ഈ പോയിന്റിന്റെ എന്താ പറയുമ്പോളെ? എക്സ് കോർഡിനേറ്റ് അല്ലേ? OP dash. അതെ. PP dash ഓ? Y coordinate. Y coordinate. ഇത് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് എന്താ? OP dash കിട്ടണ്ടേ? വാട്ട് ഈസ് OP dash? ഈക്വൽ ടു OP cos theta. ശരിയല്ലേ? OP dash ഈക്വൽ ടു OP cos theta. Cos theta. cos theta. What is OP? OP എന്ന് പറയുന്നത് നമുക്കറിയാം A അല്ലേ? A. That is equal to the A cos theta. A cos theta. അപ്പോ ഇത് എന്താ സാധനം? OP dash എന്ന് പറഞ്ഞ x അല്ലേ മോളെ? X. X equal to എന്ത് കിട്ടിയപ്പോ? A cos theta. cos theta. ഇതേപോലെ y എന്ത് കിട്ടും ഇവിടുന്ന്? Y PP dash. PP dash equal to മോൾക്ക് എന്ത് കിട്ടും? OP sin theta അല്ലേ? That is equal to A sin theta. Left side ഇതാരാ? Y അല്ലേ? Y. PP dash. അങ്ങനെയാണ് ഈ സാധനം കിട്ടിയത്. അങ്ങനെയാണ് x ആരായത്? A cos theta. Y ആരാണ്? A sin theta. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യാൻ ശ്രമിച്ചതാണ്? ഈ പിന്നെ ഇയാളെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകണ്ടേ? നമുക്ക് ഇത് വരയ്ക്കുമ്പോ നമുക്കറിയാലോ, കോമ്പസ് വെച്ചിട്ടല്ലേ സർക്കിൾ വരയ്ക്കുക നമ്മള്. കോമ്പസ് ഇവിടുന്ന് വെച്ചു, പെൻസിൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോലെ മക്കളെ വരിക. അപ്പൊ അതിനെ മൊത്തം കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര വരണ ആംഗിള്? 0 തൊട്ട് പറയും. 0 തൊട്ട് എവിടെ വരെ വരണം? ഒരു മൊത്തം കംപ്ലീഷൻ എത്രയാ? 360 ഡിഗ്രി അല്ലെങ്കിൽ 0 to 2π. എന്താ വരിക? ഉണ്ടല്ലോ, 0 to
360. 360. അതിനെ 2π എന്ന് പറഞ്ഞൂടെ 360നെ? ആ ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിന് ഞാൻ എങ്ങനെ എഴുതും? എക്സ് ഈക്വൽ ടു പറയുമ്പോൾ എ കോസ് തീറ്റ A cos theta, എ A sin theta, സൈൻ തീറ്റ, വേർ തീറ്റ ലൈസ് ബിറ്റ്വീൻ എന്താ ആരിടയ്ക്കാണ്? 0 to 2π. 2π. Okay. This theta is known as a parameter. Theta is known as Parameter. parameter. And that both x and y depending on ആരാണ്? Theta. Okay. അപ്പോ ആ. ഈ എക്സും വൈ വേരിയബിൾ ആണ്. ഇതിനെ കണക്ട് ചെയ്യുന്ന ആരോണ്ടാ കണക്ട് ചെയ്യണേ? തീറ്റ ഉണ്ട്. Theta. This theta is known as parameter. Parameter. And the representation x equal to a cos theta, y equal to a sin theta is known as parametric representation of the circle x square plus y square equal to a square. Clear ആയോ? ആ സർ. എന്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? x equal to a X cos theta y equal to equal to A sin theta. sin theta is known as എന്താണ്? The parametric Parametric representation of the circle. ഏതാ സർക്കിൾ? ആരാ? X square plus y square equal to A square. A square. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 ആയാലോ നീ എന്താ പറയാ? എക്സ് ഈക്വൽ ടു എന്ന് എഴുതും. X equal to ഇവിടെ 4 ആണ്. എ സ്ക്വയറിന് പകരം 4 ആണ്. പറഞ്ഞോ. എക്സ് ഈക്വൽ ടു x equal to 2 cos theta, y equal to 2 sin theta. വെരി ഗുഡ്. എക്സ് ഈക്വൽ ടു 2 കോസ് തീറ്റ, വൈ ഈക്വൽ ടു 2 sin 2 സൈൻ തീറ്റ. ഇവിടെ 1 ആണെങ്കിലോ എക്സ് ഈക്വൽ ടു കോസ് തീറ്റ, y equal to sin y theta. equal to Sin sin theta. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റേഷൻ എന്ന് പറയുക? Parametric representation. പാരാമെട്രിക് റെപ്രസെന്റേഷൻ. ഇവിടെ ഞാൻ ഈ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണ പോലെ തോന്നുന്നതുകൊണ്ടാണ് തീറ്റ പറഞ്ഞത്. സാധാരണ ടി എന്നുള്ളതാണ് തീറ്റയ്ക്ക് പകരം റെപ്രസെന്റ് ചെയ്യുക. എന്താണ് T. പറയും? ടി ആണ് സാധാരണ. എക്സ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ടി. ഇവിടെ പറഞ്ഞു വെച്ചാണ് എന്താ? തീറ്റ എന്നല്ലേ പറഞ്ഞാണ്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആരുടെയാണ്? ഇവിടെ തീറ്റയാണ്. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? A sin തീറ്റയാണ്. theta. ഓക്കെ, തീറ്റയാണ്. അപ്പോ ജനറലി നമ്മൾ എന്താ പറയാ? ഫംഗ്ഷൻ ഓഫ് ടി എന്നാണ് പറയാ. ക്ലിയർ ആയോ? ആ സർ. അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റയ്ക്ക് പകരം എന്തെന്ന് പറയും? എക്സ് ഈക്വൽ ടു എ cos t. ടി, വൈ ഈക്വൽ ടു എ sin t. വേർ തീറ്റയ്ക്ക് പകരം ടി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് plus 0 ആൻഡ് 2π. 2π. ക്ലിയർ ആയോ? ആ സർ. അപ്പോ ആരുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയറിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ കിട്ടി. എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എന്താണ്? A sin theta. എ സൈൻ തീറ്റ. ക്ലിയർ ആയോ? ആ സർ. ഇതുപോലെ നമ്മൾ എലിപ്സ് കണ്ടായിരുന്നു. എലിപ്സ് നമ്മൾ ആളെ കണ്ടായിരുന്നില്ലേ? ഇത് നിങ്ങളോട് ചിലപ്പോൾ പടം വരയ്ക്കാൻ പറയും. എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. പഠനത്തിൽ നമ്മള് ഇത് കാണാണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. സർക്കിളിന്റെ എന്താ സാധനം? എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു A sin theta. അത് തലയിലാണ്ട് കയറ്റി വെക്കുക കേട്ടോ. പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഈസ് എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. ഇനി നമുക്ക് അടുത്ത ചങ്ങാതിരിക്ക് പോവാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആരാ? ഇതാരാ? നമ്മുടെ Ellipse. എലിപ്സ് ആണ്. ഇവിടെ എനിക്ക് 1 കിട്ടുന്ന സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യണേ? എനിക്ക് ഇവിടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ വരുമ്പോ സം കോസ് സ്ക്വയർ തീറ്റ വരണം. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ വരുമ്പോ സൈൻ സ്ക്വയർ തീറ്റ വരണം കുട്ടികളെ. എന്നാലേ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താവുള്ളൂ കുട്ടികളെ? 1 ആവുള്ളൂ. 1 ആവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മള് എക്സ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കണം? നേരത്തെ പറഞ്ഞ സർക്കിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ എ cos theta. കോസ് തീറ്റ. വൈ ഈക്വൽ ടു എന്ത് കൊടുക്കും? നമ്മള്
y ഈക്വൽ ടു എന്ത് അവിടെ കൊടുത്ത കൊടുത്താലാണ് പോലെ തന്നെ എ ആ സൈൻ തീറ്റ കൊടുക്കാൻ പറ്റുമോ? കൊടുത്താ പണിയാവില്ലേ? സരിത എന്താ 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 പറഞ്ഞത് നീ? സൈൻ തീറ്റ കേട്ടു ഞാൻ, അതിൽ മുന്നേ പറഞ്ഞു കേട്ടില്ല. ലക്ഷ്മി ബി സൈൻ തീറ്റ. ബി സൈൻ ബി സൈൻ തീറ്റ കൊടുത്താൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നു നോക്കിയേ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, ദാറ്റ് ഈസ് എ സ്ക്വയർ പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ ബൈ എ എ സ്ക്വയർ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ സൈൻ തീറ്റ സ്ക്വയർ തീറ്റ ബൈ ബി സ്ക്വയർ. അല്ല, ഇതാണ് എൽ എച്ച് എസ് വരുന്നത് അല്ലെ? ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എ സ്ക്വയർ വെട്ടിപ്പോയി, ബി സ്ക്വയർ വെട്ടിപ്പോയി, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്താ 1 ആണ്. ഇത് ആർ എച്ച് എസ് അല്ലേ? അപ്പൊ ശരിയായില്ലേ? അപ്പൊ ഏതാ എലിപ്സിലെ പോയിന്റ് ആരാ? കോസ് സ്ക്വയർ തീറ്റ അല്ല എ കോസ് തീറ്റ, എ കോസ് തീറ്റ y ഈക്വൽ ടു ബി സൈൻ തീറ്റ. ബി സൈൻ തീറ്റ. ഞാനിപ്പോളൂ അപ്പൊ അതിന്റെ പാരാമെട്രിക് ഫോം ടീലിക്കാക്കി പറഞ്ഞ എന്താ? എക്സ് ഈക്വൽ ടു എ കോസ് ടി y ഈക്വൽ ടു ബി സൈൻ ടി. നമുക്കറിയാം എലിപ്സ് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞു, ഇങ്ങനെ സർക്കിൾ പോലെ തന്നെയല്ലേ പറഞ്ഞു പോണേ അല്ലേ? അപ്പൊ 0 സ്റ്റാർട്ട് ചെയ്തിട്ട് റൊട്ടേഷൻ കഴിഞ്ഞു വരുമ്പോ എത്രയായി? 2π. അപ്പൊ ഇതിന്റെയും വേരിയേഷൻ എവിടെ നിന്നിട്ട് എവിടെ വരെ പറയാം? 0 to 2π. അപ്പൊ 0 to π/2 വന്നാൽ എന്താ കിട്ടുള്ളൂ? ഏത് ക്വാഡ്രന്റില് മാത്രമേ കിട്ടുള്ളൂ? ഫസ്റ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ. 90 ഡിഗ്രി അല്ലേ ഇത് വരുന്നത്? 90 അല്ലേ? ഫസ്റ്റിലത്തെ മാത്രമല്ലേ കിട്ടുള്ളൂ. 0 to π ആയാലോ? സെക്കൻഡ്. 0 to 270 ആയാലോ? ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. 0 to 2π ആയാലോ? ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത്. ഓക്കെ. അപ്പൊ അടുത്തൊരു പാരാമെട്രിക് റെപ്രസെന്റേഷൻ പഠിച്ചു നമ്മൾ. എന്താണ്? ആരുടെയാ? എലിപ്സിന്റെ എന്താണ്? എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ y ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഇതുവരെ വളരെ ശരിയാണോ? ശരിയായിട്ട് പോകുന്നുണ്ടോ? പോണ്ട്. അപ്പൊ നമ്മൾ പാരാമെട്രിക് റെപ്രസെന്റേഷൻ വരണത് നമ്മളിപ്പോ ചെയ്തു വരുമ്പോ എന്താ ഇതിലത്തെ കാര്യങ്ങൾ വരണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും വൈയും മാറ്റിയിട്ട് ഒരു പുതിയ ചങ്ങാതി വരികയാണ് അവിടെ അല്ലെ? എന്താണ്? എക്സും വൈയും മാറിയിട്ട് ആരും ഒന്ന് ചാടണോ അവിടെ? അല്ല, പാരാമീറ്റർ കോസും സൈൻ അല്ല, തീറ്റയാണ്. ഈ തീറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരാമീറ്റർ. തീറ്റ പലപ്പോഴും എപ്പോഴാ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ടി ആണ് കൊടുക്കുക. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആരായിട്ട് വരുന്നു? ടി ആയിട്ട് വരുന്നു. ഓൾസോ അനദർ ഫംഗ്ഷൻ ഓഫ് എന്തായിട്ട് വരുന്നു? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാരാമെട്രിക് റെപ്രസെന്റേഷൻ. ഇവിടെ എഫും ജിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. എഫും ജി എന്തായിരിക്കണം? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം. ഈ എക്സ് എന്ന് പറയുന്ന ആള് നമ്മൾ നേരത്തെ എടുത്ത ഒരു സർക്കിളിൽ എടുത്തു. എക്സ് വൈ ഓടിന്റെ കണക്കല്ലേ? എക്സ് വൈ സർക്കിളിൽ ഓടി കണക്കല്ലേ? അതുപോലെ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, അതിൽ അതിന്റെ പുതിയ കോർഡിനേറ്റ് സിസ്റ്റം എന്താ? എഫ് ഓഫ് ടി പറയുമ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ സർക്കിളിന്റെ മുകളിൽ ഓടിക്കൊണ്ടിരിക്കല്ലേ? അപ്പൊ ഇവിടെ എക്സും വൈയും ഓടുന്നു എന്നതിന് പകരം നമുക്ക് എഫ് ഓഫ് ടി, ജി ഓഫ് ടി ഓടിയാൽ മതി. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, ആരോടിയാൽ മതി? ടി ഓടിയാൽ മതി. ടി ഓടിയാൽ മതി. ടി എവിടെ തൊട്ട് എവിടം വരെയാണ് റെപ്രസെന്റേഷൻ? ഇവിടെ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം 0 to 2π. എലിപ്സിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് 0 to 2π. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മള് എക്സും വൈയും മാറ്റിയിട്ട് നമ്മൾ ആരെ സ്ഥാപിക്കുകയാണ്? തീറ്റനെ അല്ലെങ്കിൽ ടീനെ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പാരാമീറ്റർ. That representation is known as എന്ത് representation ആണ്? പാരാമെട്രിക്
representation. അപ്പോ എ പ്ലെയിൻ കർവ് ഈസ് എ സെറ്റ് സി. അതിന്റെ ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്. എ പ്ലെയിൻ കർവ് ഈസ് എ സെറ്റ് സി ഓഫ് ഓർഡേർഡ് പെയർസ് എക്സ് വൈ, ordered pairs xy defined by the parametric equations x equal to f of t, y equal to g of t, where f and g are continuous functions on a parameter interval. ഇയാള് പിന്നെ വാരി ചെയ്യുന്ന ഇന്റർവെൽ i. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ i എവിടെ തൊട്ട് എവിടെ വരെയായിരുന്നു? 0 തൊട്ട് പറയുള്ളരെ 2π വരെ. 2π വരെയാണ്. അത് ഓരോ ഫംഗ്ഷനും മാറിക്കൊണ്ടിരിക്കും. ഇന്റർവെൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓരോ ഫംഗ്ഷനും മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ചങ്ങാതിയെ തന്നു. അവർ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2, വൈ ഈക്വൽ ടു 2t. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. t lies between -1 and 2. t lies between എന്താ കുട്ടികളെ? -1 and 2 ആണ്. എന്നിട്ട് നിങ്ങളോട് ഇതിന്റെ പടം വരയ്ക്കാനൊക്കെ പറഞ്ഞിരിക്കണു. ക്ലിയർ ആവുന്നുണ്ട് പിള്ളേരെ? എന്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കണു? ഈ പടം, ഇതിന്റെ പടം t ഉപയോഗിച്ചിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യേണ്ട കുട്ടികളെ. ടി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വൈ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. കിട്ടുന്നുണ്ടോ മക്കളെ? കിട്ടുന്നുണ്ടോ? ടി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെ പോകണം? നമുക്ക് ടി -1 തൊട്ട് പറയും മക്കളെ 2 വരെ അല്ലേ? അപ്പൊ -1 പിന്നെ 0 1 അങ്ങനെയല്ലേ 2ലേക്ക് എത്തുക നമ്മള്, അല്ലേ കുട്ടികളെ? അതിന്റെ ഇടയിൽ ഇനിയും പോയിന്റ്സ് നമുക്ക് എഴുതി കയറ്റാൻ പറ്റും. -1/2 ഉണ്ട്, ഇതിനിടയിൽ എത്ര -1/2 ഉണ്ട്, ഇവിടെ എന്തുണ്ട് +1/2 ഉണ്ട്, ഇവിടെ 3/2 ഉണ്ട്, 1.5 ഇല്ലേ മക്കളെ? ഓക്കെ. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് -1 കൊടുത്തു നോക്കിയാൽ ടിക്ക് -1 കൊടുത്തു നോക്കിയാൽ മക്കൾ എന്താ കിട്ടുക? ഇവിടെ ടിക്ക് -1 കൊടുത്താൽ പറഞ്ഞോ 1 - 2 എക്സ് -1 ആവില്ലേ കുട്ടി? ടിക്ക് -1 കൊടുത്താൽ -2 ആവില്ലേ? പോയിന്റ് ഏതാ? -1 -2 -1 -2. ടിക്ക് എത്ര കൊടുത്തത് നമ്മള്? -1 -1 സ്ക്വയർ എത്രയാ? 1 ആണ്. 1 - 2 എത്ര വരിക? -1. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത വാല്യൂ കൊടുത്ത് നോക്കി മോള്. -1/2 കൊടുത്ത് നോക്കി. -1/2 -1/2 സ്ക്വയർ എത്രയാ? 1/4. 1/4 1/4 -2 എത്ര വരിക? 1/4 -2 എത്ര വരിക? 1 - 8/4 അല്ലേ കുട്ടിയല്ലേ? തെറ്റിയിട്ടുണ്ടോ സാറിന്? ഇല്ല സർ, -7/4. ഒരു കറക്ഷൻ ഉണ്ട് സാറിന് അബദ്ധം പറ്റിയതാണ്. ഇവിടെ t² -4 ആണ്. എന്താ സാധനം? t² -4 ആണ്. അപ്പൊ -1 കൊടുത്തത് എത്ര വരും? എക്സ് വാല്യൂ എത്ര വരും പിള്ളേരെ? -3 വരും. -3 അല്ല, -3 വരും. -3, -2 അല്ലെ പോയിന്റ് വരിക. പിന്നെ മൈനസ് എത്ര കൊടുത്ത? 1/2 അല്ലേ കൊടുത്തേ? -1/2 കൊടുത്തത് ഒരു എക്സ് ഈക്വൽ എത്ര വരും? 1/4 - 4 ദാറ്റ് ഈസ് 1 - 16/4 ദാറ്റ് ഈസ് ഈക്വൽ ടു -15/4. അപ്പൊ എക്സ് കോർഡിനേറ്റ് കിട്ടി -15/4. Can you follow? സർ. What about y coordinate? 2t ആണ്. -1/2 അല്ലേ കൊടുക്കണേ? അപ്പൊ -1 അല്ലേ അത്? -1. ഇങ്ങനെ നമുക്ക് വാല്യൂസ് കൊടുത്തു പോവാലോ. ഇനി ഒരു കൊടുത്തിട്ടുള്ള 0 ആണ് കൊടുത്തത്. ടിക്ക് 0 കൊടുത്ത് നോക്കിയപ്പോഴേ -4, 0 പിന്നെ അടുത്തത് കൊടുത്തേണ് അവര് ഹാഫ് കൊടുത്തേക്കണേ. ഹാഫ് കൊടുത്തത് നേരത്തെ ചെയ്ത പോലെ ഹാഫിന്റെ സ്ക്വയർ 1/4 -4 അല്ലേ വരിക? ഇതന്നെ കിട്ടില്ലേ? അതന്നെ കിട്ടും. -15/4 പിന്നെന്താ കോമ. ഹാഫ് കൊടുത്താൽ 1 വരും അല്ലേ? ഇനി ഏതാ 1 കൊടുത്ത് നോക്കുമ്പോൾ 1 കൊടുത്തോ? -3 2 -3 2 വരും.
-3 2 വരും. ഇനി 2 കൊടുത്താലോ 0 ആ 4. 0 4 എന്ന് പറയുന്ന പോയിന്റ് വരും. ഇതിൽ 2. ക്ലിയർ ആയോ? ആ സർ ക്ലിയർ ആയി. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത് നമുക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് കൊടുക്കാം. കുട്ടി ആ സർ ഏത് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം? -3 -2 സ്റ്റാർട്ട് ചെയ്യാം. ഏതാ ക്വാഡ്രന്റ്? അപ്പോ -2 സെക്കൻഡ് അല്ല, രണ്ട് നെഗറ്റീവ് വരുമ്പോ തേർഡ് -3 എക്സ് -3 വൈ എത്ര വരുന്നത്? -2. അപ്പൊ ഇവിടെ ആയിട്ട് വരില്ല, അത് -2 ആണ്. ഇവിടെ വരില്ല, ഈ പോയിന്റ് ആ വരും. ആ പിന്നെ അടുത്തതും അതിൽ തന്നെയല്ല, ക്വാഡ്രന്റ് അല്ലേ, -15/4 -1 അല്ലേ? അതെ, അവിടെ തന്നെ വരിക. അവിടെ നമുക്ക് എക്സിന് വൈക്ക് -1 വരും, മറ്റേത് 15/4 -15/4 വരും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പടം. മനസ്സിലായോ കുട്ടിയെ? പിന്നെ ആ സർ എന്താണ് മനസ്സിലായി. -4 വൈക്ക് കൊടുക്കുമ്പോ എന്താ ഉണ്ടാവുക? വൈക്ക് അല്ല, എക്സിന് -4 കൊടുക്കുമ്പോ ഓക്കെ, അടിയിൽ വരും -4 0 വൈ ആക്സിസ് അപ്പൊ വരും. ഇങ്ങനെയല്ല പടം വരിക. ഇവൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവൻ ഇങ്ങനെയാ പോവുക. -4ലേക്ക് എത്തണ്ടേ? ഇതല്ലേ -4. ഇങ്ങനെ പോയിട്ട് പോകുന്ന ഒരു കർവാണ് നമുക്ക് കിട്ടുക പിള്ളേരെ. അതെ. ആ സർ. എന്നിട്ട് അവസാനിക്കുന്നത് എന്താ? 0 4ലല്ലേ? 2 കൊടുക്കുമ്പോ 0 4 അവസാനിക്കും. എക്സ് പിന്നെ ആർക്കാ? ടിക്ക് 2 കൊടുക്കുമ്പോ 0 4 എന്ന് പറയുന്ന പോയിന്റ് ഏതാ? വൈ ആക്സിസിൽ 4. വൈ ആക്സിൽ ഒരു 4 യൂണിറ്റ്. അപ്പൊ ഇത് ഇങ്ങനെ പോകുന്ന ഒരു കർവായിട്ടാ കിട്ടുക നമുക്ക്. മനസ്സിലായ? ആ സർ മനസ്സിലായി. ഇത് ഒന്ന് വെളുപ്പിന് വരച്ചു നോക്കുക. നിങ്ങൾ പോയിന്റ് കൃത്യമായിട്ടൊക്കെ ഇട്ട് വാങ്ങിച്ചു നോക്കുക. ഇതിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് എക്സും വൈയും മക്കളെ ഇവിടെ ടി ഈക്വൽ ടു y/2 അല്ലേ മോളെ? ഇത് രണ്ടാമത്തേത് t = y/2. അതെ. കറക്റ്റ് അല്ലേ? ആ സർ അതെ. therefore x ഈക്വൽ ടു എനിക്ക് എന്ത് കൊടുക്കാം? y/2 സ്ക്വയർ -4 കൊടുത്തൂടെ? ആ സർ കൊടുക്കാം. കാരണം എന്താ? x ഈക്വൽ ടു t സ്ക്വയർ -4 ആണ്. അതെ. that is equal to y²/4 -4. 4. 4 കൊണ്ട് പെരുക്കി വെച്ചുകൊടുത്തേ നീ 4x ഈക്വൽ ടു എന്ത് കിട്ടും? y² y² -16 or y² ഈക്വൽ ടു എന്ത് കിട്ടും? 4x + 16 എന്ന് കിട്ടും. ആ സർ കിട്ടും. y² ഈക്വൽ ടു എന്താ? 4x + 16 എന്ന് കിട്ടും. 4x + 16 കിട്ടും. that is equal to 4 × x + 4 എന്ന് കിട്ടില്ലേ? ആ സർ. നമുക്ക് y² ഈക്വൽ ടു ആരെന്ന് പഠിച്ചിട്ടുണ്ട്? 4ax എന്ന് പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ഇതാരാ y²? അതാരാ? പരാബോളയുടെ ഇക്വേഷൻ. പരാബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടെ മക്കൾ നോക്കുമ്പോ നമുക്കൊരു വ്യത്യാസം ഉള്ളത് y² ഓക്കെ അല്ലെ? y² ഓക്കെ അല്ലേ നമ്മള്? y² ഓക്കെയാണ്. റൈറ്റ് സൈഡിൽ ഒരു x + 4 വന്നിട്ടുള്ള ചതിയുണ്ട്. ആ മനസ്സിലായോ? അപ്പൊ അതിന് നമ്മൾ സാധാരണ പറയാറുള്ളത് മക്കളെ ഇങ്ങനെയാണ്. അപ്പൊ y² ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പരാബോള. ഇതാണ് y² ഈക്വൽ ടു ആരെ മക്കളെ? y² ഈക്വൽ ടു 4ax. 4ax. ഇനി ഈ എക്സിന് മാറ്റം വരും. അപ്പൊ ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 ആണ്. എക്സ് 0 y കൊടുത്ത സാറ്റിസ്ഫൈഡ് അല്ലേ ഇവിടെ? എക്സിന് 0 അപ്പൊ അത് ആരി കൂടെ പാസ് ചെയ്യുന്നുണ്ട്? 0 0 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. മക്കൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ. y² ഈക്വൽ ടു 4a × x - 1 കൊടുത്തു തന്നെ. എന്താണ്? x - 1 കൊടുത്തു. x - 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ വെർട്ടെക്സിൽ ഒരു സ്ഥാനഭ്രംശം വരും. 0 0 അല്ല അതിന്. നോക്കിയോളൂ. അല്ല 0 കൊടുത്ത 0 കൊടുത്ത് സാറ്റിസ്ഫൈഡ് ആവോ? 0 0 ഇല്ല. ഇവിടെ 0 കൊടുത്തും റൈറ്റ് സൈഡിൽ 0 കിട്ടില്ല. ക്ലിയർ ആയോ? പക്ഷെ അവിടെ x = 1 എന്ന് കിട്ടില്ല. x = 1 എന്ന് കിട്ടില്ല. ഇവിടെ y 0 കൊടുത്താൽ എന്തുണ്ടാവും? x = 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് കൂടെ മുന്നോട്ട് പോകാം. ഓക്കെ. 1 0. അങ്ങനെയായിരിക്കും ഈ പരാബോള കിട്ടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് വരും. എത്ര യൂണിറ്റ്? ഒരു യൂണിറ്റ്. ഇവിടെ x - 1 കൊടുക്കുന്നതുകൊണ്ടാണ്. x - 2 കൊടുത്താലോ 2 യൂണിറ്റ് ഷിഫ്റ്റ് വരും. 2 യൂണിറ്റ് ഷിഫ്റ്റ് വരും. അപ്പൊ ഇത് ഈ പടം ഇങ്ങനെ തന്നെ. ഇത് തന്നെ പടം. പൊസിഷൻ ഒന്ന് മാറി. മനസ്സിലായി. നമ്മള് ഫസ്റ്റ് ഇയറിൽ കാര്യം പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മള് റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ഓർക്കുന്നുണ്ടോ? ട്രാൻസ്ലേഷൻസ് ഒക്കെ പഠിച്ചില്ലേ? ഓർക്കുന്നില്ലേ? ഉണ്ട് സർ. കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഭാവിയിലേക്ക് ആവശ്യം വരും. ഒക്കെ ഏതോ എൻട്രൻസ് എക്സാമിന് ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ്.
സാറേ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടി ക്ലിയർ ആവണ്ട ആ പിള്ളേരെ. സർ ഈ ആ സർ പിന്നെ മനസ്സിലായി. ഇതിന്റെ ഇല്ലേ മറ്റേ നമ്മുടെ ഹയർ സ്റ്റഡീസിന് പോണ പരിപാടിയില്ലേ? ഓക്കെ, ഹയർ സ്റ്റഡീസിന് നമ്മൾ എൻട്രൻസ് എഴുതില്ലേ പിള്ളേരെ, MSc ഒക്കെ പോകാനായിട്ട് ആ ജാം സർ ജാം ജാമിന് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടാനായിട്ട് നമ്മൾ എൻട്രൻസ് എഴുതില്ലേ? ആ ആ അപ്പൊ അതിൽ ഇത് ചോദ്യം സാറേ ഇത് എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു വോയിസ് ഇട്ടുണ്ടായിരുന്നു ഏതൊരു കുട്ടി. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഇതൊന്നും നമുക്ക് ഇപ്പൊ അത്യാവശ്യമുള്ളതല്ല. എന്നാലും ഇവിടെ X-1 ഒക്കെ ഒരു യൂണിറ്റ്, X-2 വരുമ്പോ 2 യൂണിറ്റ്. അപ്പൊ ഇവിടെ +1 വന്നാലും കൂടെ ലെഫ്റ്റിലോട്ട് ഒരു യൂണിറ്റ് മതി. അപ്പൊ ഇവിടെ എത്രയാ വരിക? ഈ പോയിന്റ് വരുന്നത് -1 0 ആയിരിക്കും. ഇവിടെ ആയിരിക്കും അതിന്റെ വെർട്ടെക്സ് വരിക. സോറി, പടം ഇതുപോലൊക്കെ തന്നെ പാരലൽ ആയിട്ട് തന്നെ ഇരിക്കും കുട്ടികളെ. ആ സർ വെർട്ടെക്സ് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരു 1 പാരാമീറ്റർ ഫാമിലി എന്നൊക്കെ പറയാം. ഇവിടെ A എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം സൈലന്റ് ആയിട്ട് വെക്കാം, ഫിക്സഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു 5ഓ 2 അല്ലെങ്കിൽ 1 എന്നൊക്കെ വെക്കുക. എന്നിട്ട് ഇവിടെ ഞാനൊരു B കൊടുത്തു എന്ന് കരുതാം. y² = 4 × x + b. ഈ B മാറുന്നതനുസരിച്ച് ഈ പരാബോള അങ്ങോട്ട് ഓടി നടക്കും അല്ലേ? ആ സർ നല്ല രസമല്ലേ ഇത് പറയുന്നേക്കാൻ? എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പരാബോള ഓടി ഓടി. നടക്കും. ഓക്കെ ഓക്കെ. പക്ഷെ ഇത് തന്നെ വൈക്ക് കൊടുത്താൽ എന്തുണ്ടാവും? പിന്നെ അവന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? മുകളിലേക്കും താഴേക്കായിരിക്കും. താഴേക്കായിരിക്കും. അത് നമ്മൾ അത്ര ബോധർ ചെയ്യണ്ട. ഇവിടെ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താന്ന് നോക്കിയ കുട്ടികളെ, y² = 4 × x + 4 ആണ് അല്ലെ? അതെ ഇത് എന്താന്ന് പറയാം നമുക്ക്? y² = 4ax ന്റെ ഫോർമാറ്റ് അല്ലേ? അതെ അതെന്താ പരാബോളയാണ്. പരാബോളയാണെന്ന് ഉറപ്പായില്ലേ നിങ്ങൾക്ക്? ആ ഉറപ്പായി. പരാബോളയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. വെർട്ടെക്സ് 0 0 അല്ലല്ലോ? അല്ല, അല്ല. എവിടേക്കാ പോകേണ്ടതെന്ന് പറഞ്ഞു നീ? വെർട്ടെക്സ് 4 ലെഫ്റ്റില് -4 0 -4 0 മാറിയിരിക്കുകയായിരുന്നു അല്ലെ? ആ സർ ഇങ്ങനെ തുറന്നിരിക്കും. ഈ സാധനം ഏതായിരിക്കും? ഇപ്പൊ -4, 0. 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോ, അതായത് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്തപ്പോ y² = 4 × x + 4 നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി കണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. എന്താ ഇത് കണ്ടാൽ നമുക്ക് ഉറപ്പായി ഇത് എന്താ സാധനം? പരാബോളയാണ്. പരാബോളയാണ്. അയാളുടെ വെർട്ടെക്സ് ആരാണ്? -4 0 ആയിരിക്കുന്നത്. 0 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാചകടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ആ സർ ക്ലിയർ ആയി. പക്ഷെ നമുക്ക് തന്നിരുന്നത് എന്താണ്? ഇയാളെ ടീലല്ലേ തന്നായിരുന്നേ? അതെ എന്തിലാ തന്നായിരുന്നേ? ടീലായിരുന്നു തന്നെ. ടീലാണ് തന്നായിരുന്നേ. പക്ഷെ നമ്മൾ എന്തിലേക്ക് ആക്കിയത്? XY-ലേക്ക് എക്സിലേക്ക് മാറ്റി. X-ലേക്കും Y-ലേക്കും മാറ്റി. മാറ്റി. ചിലപ്പോ നിങ്ങളോട് ടീല് തന്നിട്ട് XY-ലേക്ക് മാറ്റാൻ പറഞ്ഞിട്ട് 2 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം. ക്ലിയർ ആയോ? ആ സർ ഈ ക്ലിയർ ആയി. പ്രോബ്ലത്തിൽ നമുക്ക് അവിടെ ടീനെ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് അത് മറ്റേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു പരാബോള കിട്ടിയില്ലേ മോളെ? ആ സർ കിട്ടി. ഇനി ഇവര് പറയുന്നത് എന്താ വെച്ചാൽ x = √t, y = t. ഇങ്ങനെയാണ് സാധനം. x = എന്താ സാധനം? √t. √t. y = എന്താണ്? t. t ആണ് തന്നിട്ട്. ക്ലിയർ ആയോ? ആ സർ ക്ലിയർ ആയി. x √t ആയതുകൊണ്ട് ടിക്ക് എപ്പോഴും ഏത് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ടിയുടെ തുടക്കം എവിടുന്നായിരിക്കും? 1 0 ഒന്ന് വരൂ. 0 തൊട്ട് റൈറ്റ് സൈഡിലേക്ക് അല്ലേ? അതെ 0 തൊട്ട് ഏത് ഇന്റർവെൽ വരെ വേണമെങ്കിലും ആകാം. അപ്പൊ അത് എക്സ്റ്റെൻഡ് -∞ 0 തൊട്ട് എവിടെ വരെ പോവാം? ഇൻഫിനിറ്റി വരെ വരാം. ഇൻഫിനിറ്റി വരെ പോവാം. അപ്പോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, റൂട്ടിനകത്ത് ടി എടുക്കുന്നത് കൊണ്ട് i എന്ന് പറയുന്ന ഇന്റർവെൽ, അതായത് ആരോടി നടക്കുക? ഇന്റർവെല്ലാണ് ആരോടി നടക്കുക? ടി ഓടി നടക്കുക. ടി ഓടി നടക്കുക. ആ ടി ഓടി നടക്കണമെങ്കിൽ ടി ആരകത്താ വരുന്ന? റൂട്ടിനകത്ത് വരുന്നത് കൊണ്ട് ടി ഒരിക്കലും എന്താവാൻ പറ്റില്ല? നെഗറ്റീവ് ആവാൻ പറ്റില്ല. നെഗറ്റീവ് ആവാൻ പറ്റില്ല. ഇതിന്റെ പടം ഒന്ന് വരച്ച് തരുമോ എന്ന് അവര് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പടം ഒന്ന് വരച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇവിടെ ഇവര് തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയേ. y = t ആണ് അല്ലെ കുട്ടി? √y. x = √y എന്ന് കിട്ടില്ലേ കുട്ടി? ആ സർ കിട്ടും. or x² = y എന്ന് കിട്ടില്ലേ? കിട്ടും. or y = x² എന്ന് കിട്ടില്ലേ? കിട്ടും. y = x² എന്ന് പറയുന്നത് നമ്മുടെ പരാബോളയാണ്. ഇങ്ങോട്ട് പോവാൻ പറ്റുമോ? ഇല്ല, നെഗറ്റീവിലേക്ക് പോകാൻ പറ്റില്ല. നെഗറ്റീവിലേക്ക് പോകാൻ പറ്റില്ല. ക്ലിയർ ആയോ? ആ സർ ക്ലിയർ ആയി. അപ്പൊ നമ്മൾ പടം വരച്ചു കൊടുക്കുന്നത്
ഏതൊരു സിനിമയിൽ നമ്മൾ ജഗതിയുടെ മീശ എടുക്കുന്നില്ലേ? ആ ഏതാ പടം ജഗതിയുടെ മീശ പോണത്? ജഗതിയുടെ ഏതാ പടം? പിള്ളേര് ഉറങ്ങും എല്ലാവരും. CID മൂസയിൽ പോകുന്നുണ്ട്. CID അതാണോ? മൂസയിൽ. അതെ, അവൻ ഷേവ് ചെയ്തോണ്ടിരിക്കല് പെട്ടെന്ന് കള്ളം വന്നു അല്ലേ, ബോംബ് വെച്ചു. ബോംബ് വെച്ചു എന്ന് പറഞ്ഞപ്പോ. അതന്നെ. അപ്പൊ പെട്ടെന്ന് മീശ പോയി എന്ന് പറഞ്ഞ പോലെ പരാബളയുടെ ഒരു മീശ പോയില്ലേ? ഞാൻ പോയി. അതിന്റെ കാരണം എന്താ? ആര് വന്നു? റൂട്ട് വന്നോണ്ട്. റൂട്ട് വന്നോണ്ടാണ്. ക്ലിയർ ആയോ മോളെ? ആ സർ, ക്ലിയർ ആയി. ക്ലിയർ ആയി. അപ്പൊ ഇതിന്റെ പടം ഒന്ന് വരയ്ക്കാൻ പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ ടി എടുക്കുക, പിന്നെന്താ എടുക്കുക, XY എടുക്കുക. ക്ലിയർ ആവോ? ആ സർ. പോയിന്റ് മോൾക്ക് 0 കൊടുക്കാം. അപ്പൊ X 0 കിട്ടും, Y എന്ത് കിട്ടും? 0 കിട്ടും. 0 കിട്ടി. ഇനി മോൾക്ക് ഇഷ്ടമുള്ള 1 കൊടുക്കാം. 1 കിട്ടും. അപ്പൊ 1 കിട്ടും. പിന്നെ 2 കൊടുക്കാം. റൂട്ട് 2 2. റൂട്ട് 2 2 കിട്ടി. റൂട്ട് 2 T 2 കിട്ടി. 3 കൊടുത്താലും അല്ലെങ്കിൽ 4 കൊടുത്താൽ കുറച്ച് വെടുപ്പാവും. 4 കൊടുത്താലും 2 4 കിട്ടും. 2 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അങ്ങനെ ഈ പോയിന്റുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്യും. ആ സർ. കിട്ടില്ലേ? അത് യോജിപ്പിക്കുക. ഓക്കെ. പക്ഷെ നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് ആരായിട്ട് തന്നെ ഇങ്ങനെ കിട്ടൂല. Y ഈക്വൾ ടു എന്ത് കിട്ടും? X² എന്ന് കിട്ടും. X സ്ക്വയർ കിട്ടും. ആരാളുടെ Y ഈക്വൾ ടു X ഈക്വൾ ടു റൂട്ട് T ആൻഡ് Y ഈക്വൾ ടു T എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരച്ചോളൂ. അപ്പൊ ഇത് വരയ്ക്കാൻ പറയുമ്പോൾ ഈ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്യുന്ന ഉണ്ണിയല്ലേ? ആ സർ. എന്നിട്ട് ഈ കാര്യം പറയാം. X എന്ന T ഒരിക്കലും നെഗറ്റീവ് ആവില്ല. എക്സും അതനുസരിച്ചിട്ട് എന്താവില്ല? റൂട്ട് T എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്ലസ് ഓർ മൈനസ് റൂട്ട് T എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് X എന്തായിട്ട് തന്നെ എടുക്കുള്ളൂ? പോസിറ്റീവായിട്ട് മാത്രമേ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ഇനി ഇത് മാറ്റിയിട്ട് പടം ഒന്ന് മാറ്റുകയാണ്, നമ്മള് സ്ക്രീൻ മാറ്റുകയാണ്. X ഈക്വൽ ടു T Y ഈക്വൽ ടു T സ്ക്വയർ വന്നു. X ഈക്വൽ ടു T Y ഈക്വൽ ടു പറയുമോളെ Y ഈക്വൽ ടു T സ്ക്വയർ. T സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് Y ഈക്വൽ ടു X സ്ക്വയർ അല്ലേ? ആ സാർ, ലിങ്ക് വന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ. അടുത്തതിന്റെ എററായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. അപ്പൊ Y ഈക്വൽ ടു X സ്ക്വയർ വരും. Y ഈക്വൽ ടു X സ്ക്വയർ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നേരത്തെ ആ മീശ പോയതൊക്കെ തിരിച്ച് വെക്കാലോ? ആ സർ. ഇതാരായിരിക്കും അപ്പോ? Y ഈക്വൽ ടു X സ്ക്വയർ. ഇതാ ഇങ്ങനെയാ. ക്ലിയർ ആയോ? ആ സർ, ക്ലിയർ ആയി. കാരണം Y ഈക്വൽ ടു ആരായിട്ട് മാറി? X സ്ക്വയർ. അത് നമുക്കറിയാം മുകളിലേക്ക് തുറന്നിരിക്കുന്ന. അപ്പൊ എക്സിന് ടിക്ക് റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ ഇവിടെ? ഇല്ല. പോസിറ്റീവ് വരാം, നെഗറ്റീവും വരാം. ഓക്കെ. താങ്ക് യു.